ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ ഉഴലുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് വരെ നമ്മൾ കണ്ടു. പ്രതികളിൽ ഒരാളായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അതിരൂക്ഷമായ ഭാഷയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചത്. അദ്ദേഹം ചോദിച്ചത്, പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നത് അതീവ ഗൗരവതരമാണ്. എങ്ങനെയാണ് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത്, സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്? നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചതാണ്. അത്തരത്തിലുള്ള പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു? അതിനുള്ള അവസരം എങ്ങനെ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് കുറ്റപത്രം നിങ്ങൾക്ക് ഇതുവരെയും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന വളരെ ഗൗരവതരമായ ചോദ്യമാണ് ഇന്നലെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചോദിച്ചത്. നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ തന്നെയാണ് ഹൈക്കോടതിയുടെയും ആ സംശയമുന നീളുന്നത്. പ്രതികളെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ കുറ്റപത്രം വൈകുന്നത് എന്ന ഒരു സംശയം ഹൈക്കോടതിയുടെ ഈ ചോദ്യങ്ങളിലുണ്ടോ എന്ന് പോലും പൊതുസമൂഹത്തിന് തോന്നുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കോടതി പറയുന്നത് കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അതിന്റെ ആ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? അതിൽ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഇനി ഒരാൾക്ക് പോലും, ഒരു പ്രതിക്ക് പോലും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് കൊടുത്തത്. എന്നിട്ട് കോടതി പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ, ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, കോടതി ഒന്നും പറയുന്നില്ല എന്നാണ് ഇന്നലെ ആ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതിയുടെ പരാമർശം ഉണ്ടായത്. ആ ജാമ്യ ഹർജി വിധി പറയാനായിട്ട് കോടതി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇതിനോടകം കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച കഴിഞ്ഞയാഴ്ച പുറത്തു വന്നത്. ആ പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ ഉയർത്തിയത്. നമുക്കറിയാം, ഈ ബെഞ്ച് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ മൊത്തവും കേൾക്കുന്നത്, പരിഗണനയ്ക്ക് വരുന്നത് ഈ ബെഞ്ചിന് മുന്നിലാണ്. ആ സമയത്തൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഓരോ കാര്യത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തെ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ ഡിസംബർ 5 ശേഷം ഒരു അറസ്റ്റ് പോലും നടന്നില്ല എന്ന് ഡിസംബർ മാസത്തിൽ ഏതാണ്ട് ഒരു 12-ാം തീയതി ഒരു ഹർജി പരിഗണിക്കവേ സമാനമായ രീതിയിൽ കോടതി വിമർശനം നടത്തുന്നു. അതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള നിർണായകമായിട്ടുള്ള ഒരു 5-6 അറസ്റ്റുകൾ പോലും പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ ഡിസംബർ 5 ശേഷം ഒരു തരത്തിലുള്ള നീക്കങ്ങളും അന്വേഷണത്തിന്റെ ഭാഗത്തും ഉണ്ടായില്ല. അപ്പോൾ കോടതി ചോദിച്ചത് ഡിസംബർ 5-നാണ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ ഒപ്പം തന്നെ ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിച്ചത്. ഇത് രണ്ടും കോടതി തള്ളുന്നുണ്ട്. അതിനുശേഷം ഒരു അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല. അപ്പോഴാണ് കോടതി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് മറ്റൊരു ഹർജി പരിഗണിക്കവേ പറഞ്ഞത്, 5-ാം തീയതി ഇത്തരത്തിൽ ഞങ്ങൾ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതാണ്. അതിനുശേഷം എന്തുകൊണ്ട് ഈ പ്രതികളുടെ അറസ്റ്റിലേക്ക് കടന്നില്ല? അതിന് പിന്നാലെ ജയശ്രീ സുപ്രീം കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം നേടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകുന്നു? 5-ാം തീയതിക്ക് ശേഷം, ഡിസംബർ 5-ന് ശേഷം വലിയൊരു സ്റ്റാഗ്നന്റ്, അതായത് ഒരു തടസ്സമാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് കോടതി ചോദിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഡിസംബർ മാസം 17-ഓടുകൂടി ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായിട്ടുള്ള എൻ വിജയകുമാറിന്റെയും ഒപ്പം തന്നെ KP ശങ്കർദാസിന്റെയും അതിനു മുൻപ് ഈ പറയുന്ന ശബരിമല തന്ത്രി കണ്ഠരാജീവരുടെയും ഒക്കെ അറസ്റ്റുകൾ നടക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായ ശേഷമാണ് അറസ്റ്റുകളൊക്കെ തന്നെ നടന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലും ഈ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും കോടതി വലിയ രൂക്ഷമായ ഭാഷയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. തൊട്ടു മുൻപുള്ള ഒരു ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തെളിവായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ തൊണ്ടു മുതലായിട്ടുള്ള സ്വർണം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാത്തത്? അത് കണ്ടെത്താതെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും? ഒരു കുറ്റമറ്റ കുറ്റപത്രം നിങ്ങൾക്ക് എങ്ങനെ സമർപ്പിക്കാൻ കഴിയും എന്ന ചോദ്യം, അത്തരത്തിൽ ഈ തൊണ്ടു മുതൽ കണ്ടെടുക്കാതെ പോയി കഴിഞ്ഞാൽ അത് വിചാരണ വേളയിൽ പ്രതികളെല്ലാം തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു നിരീക്ഷണം കോടതി കഴിഞ്ഞ തവണ നടത്തുകയുണ്ടായി. അത്തരത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ കോടതി ഈ കേസിനെ കാണുന്നത് എന്നത് ഇത്തരത്തിലുള്ള വിധികളിലൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലൂടെ, പരാമർശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേസിൽ വലിയ രീതിയിലുള്ള ഒരു ഇഴച്ചിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം നടക്കുന്നില്ല. ഇതിപ്പോൾ ജനുവരി 28 ആയിരിക്കുകയാണ്. ഏതാണ്ട് 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ
ഈ പറയുന്ന 2 കേസുകളിലെയും ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഫെബ്രുവരി 1-ാം തീയതി രണ്ടാമത്തെ കേസിൽ അറസ്റ്റിലായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസം പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വിചാരണ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന പരാതികളിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതികൾ ഏതെങ്കിലും കേസെടുത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘം നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ എത്രത്തോളം വിജയം നേടാൻ കഴിയും, അല്ലെങ്കിൽ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നത് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്നത് പോലെ ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു വരും. ഒപ്പം തന്നെ തുടർന്ന് മറ്റു പല പ്രതികളും ഓരോരുത്തരായിട്ടും സ്വാഭാവിക ജാമ്യത്തിന് അർഹരാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫെബ്രുവരി 15 കൂടി മാത്രമേ ഈ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കൂ എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കൈയക്ഷരവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് 2 മാസത്തിലധികമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൈയക്ഷരം പരിശോധിക്കാനുള്ള ഒരു രാസപരിശോധന നടത്തേണ്ടതുണ്ട്. എന്നാൽ 2-3 ദിവസം മുൻപ് മാത്രമാണ് അതിനുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയിരിക്കുന്നത് എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഇന്നാണ് ഇതുമായി മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. അന്വേഷണ സംഘം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ നടത്തേണ്ട കാര്യങ്ങളാണ്. എന്നാൽ അവസാന മണിക്കൂറിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നത്. ഇത് ആരെ സഹായിക്കാനാണ്, ആരെ പുറത്തിറക്കാനാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ഇന്നലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാരേഖകളുടെയും ബാങ്ക് രേഖകളുടെയും ഒക്കെ വിശദാംശങ്ങൾ തേടുകയും അതിന്റെ രേഖകളൊക്കെ തന്നെ ചോദിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. PS പ്രശാന്ത് 2023-25 കാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. CPM-ന്റെ നോമിനിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പറയുന്ന കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാനായിട്ട് അതിന്റെ സ്വർണത്തിന് മങ്ങൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശാനായിട്ട് വീണ്ടും പുറത്തു കൊണ്ടുപോവുകയും അത് വിവാദമാകുമ്പോഴാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ കൊള്ളകളും പുറത്തു വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. അപ്പോൾ പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ അന്വേഷണത്തിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടേക്കോ കെട്ട് പിണഞ്ഞിങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന വലിയ പുരോഗതി ഈ അന്വേഷണത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ കുറെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് കൂടുതൽ ഒരു പുരോഗതിയിലേക്ക് ഈ അന്വേഷണത്തിന് പോകാൻ കഴിയുന്നില്ല. ഈ പറയുന്നത് പോലെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും ഒക്കെ തന്നെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് VSSC-യിൽ പരിശോധന നടന്നിരുന്നു. ആ പരിശോധനാ ഫലം ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. അതിൽ നിന്നും ഹൈക്കോടതി പറഞ്ഞത് പ്രാഥമികമായിട്ട് തങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നിലവിൽ ഈ ശബരിമലയിൽ ഇരിക്കുന്നത് ആ പഴയ ദ്വാരപാലക ശില്പങ്ങളോ അന്ന് പൂശിയ സ്വർണ്ണങ്ങളോ ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ വിശദ പരിശോധനയ്ക്കായിട്ട് അല്ലെങ്കിൽ അത് വിശദമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പരിശോധന നടത്തിയ VSSC-യിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കണമെന്ന് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ VSSC-യിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുകയാണ്. അതിലും ഒരു കാലതാമസം വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് എവിടെയൊക്കെയോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയോ അതിങ്ങനെ തടയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഫെബ്രുവരി 15 ആണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തീയതി. അതിനിടയ്ക്ക് ഏതൊക്കെ പ്രതികൾക്ക് ജാമ്യം കിട്ടി, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലുമൊക്കെ കേസുകൾ, ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയാൽ ഹൈക്കോടതിയിൽ നിന്നും കൂടുതൽ അതിരൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തുടക്കത്തിൽ അന്വേഷണ സംഘം വളരെ ഊർജിതമായിട്ടാണ് ഈ കേസിൽ മുന്നോട്ട് പോയത്. എന്നാൽ പല ഘട്ടങ്ങളിലും അവർക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചു. അത് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമാണോ എന്നൊരു സംശയം പോലും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിലുണ്ട്. അതുകൊണ്ടാണ് പല പ്രമുഖരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് എന്ന വളരെ വലിയൊരു വിമർശനമാണ്, രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയത്. നിയമസഭയിലും അവർ ആ വിമർശനം ആവർത്തിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധങ്ങൾ
സഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഭയുടെ കവാടത്തിൽ 2 MLA-മാർ, UDF-ന്റെ 2 MLA-മാർ സത്യാഗ്രഹ സമരം ഇരിക്കുന്നു. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു KPCC സംഘടിപ്പിച്ച വലിയൊരു പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുകയുണ്ടായി. അത്തരത്തിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. അവർ ഉന്നയിക്കുന്ന ഈ പറയുന്ന ഒരു വിമർശനം, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരുടെ അന്വേഷണ പാതയിൽ അവർക്ക് എവിടെയൊക്കെ ദിശ തെറ്റിയിരിക്കുന്നു, അവരുടെ വഴി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രതിപക്ഷത്തിന്റെ വിമർശനം, അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വിമർശനം എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. എന്തായാലും ഈ പറയുന്ന പ്രതികൾ ഓരോരുത്തരായിട്ട് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നത് അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഈ പ്രതികളുടെ ഒക്കെ തന്നെ ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം എതിർക്കുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ഒന്ന് പറയുന്നത്, ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ ഈ അന്വേഷണത്തെ കാര്യമായി സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. മറ്റൊന്ന്, ഈ സാക്ഷികളെ സ്വാധീനിക്കും, അന്വേഷണത്തെ അവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയും, ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ കസ്റ്റഡിയിലിരിക്കെ അല്ലെങ്കിൽ ജയിലിൽ കഴിയവേ അന്വേഷണ സംഘം ആശങ്ക പ്രകടിപ്പിച്ച ഈ കാര്യങ്ങൾ, അത് ഈ പ്രതികളൊക്കെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയായി തീരും? പ്രതികൾ പുറത്തിറങ്ങിയാൽ ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രത്യേക അന്വേഷണ സംഘം ആശങ്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപ്പാകില്ലേ, അല്ലെങ്കിൽ അതൊക്കെ സംഭവിക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നത് തടയാൻ പ്രത്യേക അന്വേഷണ സംഘം അവരെ കൂടുതൽ ഊർജിതമായിട്ട് കേസിൽ മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് മുന്നിലുള്ളത്. മറുവശത്ത് പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരുടെ നിര നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകരാണ്. B. രാമൻപിള്ളയെ പോലുള്ളവരാണ് പ്രതികൾക്ക് ഹാജരാകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ അടുത്തിടെ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചില ജഡ്ജിമാർ ഉൾപ്പെടെയാണ് പ്രതികൾക്ക് വേണ്ടിയിട്ട് കോടതികളിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിഭാഗം വളരെ ശക്തമായ രീതിയിൽ ഈ കേസിനെ നേരിടാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുമ്പോൾ ഈ മറുവശത്ത് ഈ അന്വേഷണ സംഘത്തിന് ഈ കാലിടറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ കേസിൽ കാണാൻ കഴിയുന്നത്.